ഗണേഷ് കുമാറും സുരേഷ് ഗോപിയും തമ്മിൽ പൊരിഞ്ഞ പോരാണ്. ഗണേഷ് കുമാർ, സുരേഷ് ഗോപി രണ്ടുപേരും സിനിമാ താരങ്ങളാണ്. ഒരാൾ സംസ്ഥാന മന്ത്രി, ഒരാൾ കേന്ദ്രമന്ത്രി. ഒരു തൊപ്പിയുടെ പേരിൽ രണ്ടുപേരും ഇരുവരുടെയും അണികളും തമ്മിൽ ഇപ്പോൾ പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നത്. തെരുവിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. അല്ല, ഈ ഫൈറ്റില് നമ്മൾ പങ്കെടുക്കൂലോ അല്ലേ? എന്നാലും രസമുള്ളൂ. ഗണേഷ് കുമാറിന്റെ ഒരു പരിഹാസത്തിൽ നിന്നാണ് ഈ യുദ്ധത്തിന്റെ തുടക്കം. ആ പ്രതികരണം ഒരിക്കൽ കൂടി കേൾക്കാം. ഫ്ലാഷ് ബാക്ക് മുമ്പ് ഇദ്ദേഹം പരചന്ദ്രന്റെ അഭിനയിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന്റെ കാറിന്റെ പുറയിൽ എപ്പോഴും ഒരു SP തൊപ്പി ഉണ്ടാവും. IPS എന്ന് എഴുതിയൊരു തൊപ്പി കാറിന്റെ സീറ്റിന്റെ പുറയിൽ നിന്ന് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഗണേഷ് കുമാറിന്റെ ഈ ഒരു പരിഹാസം വിമർശനത്തിന് പിന്നാലെ സുരേഷ് ഗോപി ആ തൊപ്പി ഇടുക്കിയിലെ ഷെഫീഖ് എന്നുള്ളൊരു കുട്ടിക്ക് സമ്മാനിച്ചതിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ വൈറലായി. രണ്ടാനമ്മയുടെയും അച്ഛന്റെയും ക്രൂരമർദ്ദനത്തിന് ഇരയായി തളർന്നുപോയ കുട്ടി, നമ്മൾ മറന്നിട്ടില്ല ഷെഫീഖിനെ. ആ കുട്ടിക്കാണ് സുരേഷ് ഗോപി തൊപ്പി സമ്മാനിച്ചത്. 2014 സെപ്റ്റംബറിലാണ് ഷെഫീഖിന്റെ പിറന്നാളിന് സുരേഷ് ഗോപി കാണാനെത്തിയത്. പിറന്നാളിന് സുരേഷ് ഗോപി വരണം എന്നതായിരുന്നു ഷെഫീഖിന്റെ ഒരു ആഗ്രഹം. ഇതറിഞ്ഞുകൊണ്ട് തൊടുപുഴ എത്തിയ സുരേഷ് ഗോപി കേക്ക് മുറിക്കുകയും കമ്മീഷണർ സിനിമയിലെ ഡയലോഗ് പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ തൊപ്പി കൊടുക്കുകയായിരുന്നു. സുരേഷ് ഗോപിയും KB ഗണേഷ് കുമാറും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി സമൂഹ മാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ടുവരുന്നതാണ്. സുരേഷ് ഗോപിക്കല്ല കുഴപ്പം, ജയിപ്പിച്ച തൃശ്ശൂരുകാർക്കാണ് അബദ്ധം പറ്റിയതെന്നാണ് KB ഗണേഷ് കുമാർ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചാലോ? സുരേഷ് ഗോപി തൃശ്ശൂരുകാർക്ക് പറ്റിയ അബദ്ധമാണെന്ന് KB ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു പ്രസ്താവനയോട് യോജിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? സുരേഷ് ഗോപി നല്ലൊരു വ്യക്തിയാണ്. ഗണേഷ് കുമാറിന് അവന് വിവരമൊന്നുമില്ല. അവൻ ഇവിടെ KSRTC ജീവനക്കാരെ കിടന്ന് പെടാപ്പാട് പെടുത്തുന്നുണ്ട്. അവൻ സുരേഷ് ഗോപിയെ വിളിക്കാനുള്ള അന്തസ്സൊന്നും അവനില്ല. അവൻ്റെ മുറ്റത്ത് പോലും പോകാനുള്ള അധികാരമില്ല അവന്. സുരേഷ് ഗോപിയിൽ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ മഹാനായിട്ടുള്ള മനുഷ്യനാണ്. അയാൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ മനുഷ്യനെയൊക്കെ ഈ നാറിയൻ്റെ പണി നിങ്ങളിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പറയാൻ പാടില്ല. അത്ര ചെറ്റാണ് അവൻ്റെ കുടുംബത്തിൽ തന്നെ എന്തെല്ലാം വിഷയമുണ്ട് ഈ ഗണേഷ് കുമാറിന്. അവൻ്റെ കുടുംബത്തിന് കയറ്റാൻ കൊള്ളാം. അവൻ ഡൈവോഴ്സ് കേസിൽ തന്നെ അവൻ ഇപ്പം ഇന്നത്തെ ഒരു മുഖമാണ്. ഈ മുഖം തിരിച്ചറിയാമെന്ന് പറഞ്ഞ മുഖത്തിൻ്റെ അടിച്ചു പൊട്ടിച്ച മുഖമൊക്കെ ഞാൻ ഇന്ന് കണ്ടായിരുന്നു. ഇവൻ ഇവനൊക്കെ ഈ ഗവൺമെൻറ്റിൽ ഇരിക്കാനുള്ള അധികാരം പിന്നെ ഒരു കാര്യം ആക്രി ഗവൺമെൻറ്റുമാണ്. എന്തായാലും ഒരു നല്ല മനുഷ്യൻ തന്നെ, പറഞ്ഞ കാര്യം കൃത്യമായി നടപ്പാക്കാൻ ശേഷിയുള്ള ആൾ തന്നെയാണ്. തൃശ്ശൂരുകാർക്ക് പറ്റിയ ഒരു അബദ്ധമല്ല. അല്ല ഉറപ്പായിട്ടും സുരേഷ് ഗോപി അബദ്ധമാണെന്ന് പറഞ്ഞ